എഴുന്നള്ളുകയാണ് രാജാവ്, ഈ നാടിന്റെ രാജാവ്, ആനയടിക്കാരുടെ രാജാവ്, ഗജവാഹന പ്രിയനായ ആനയടി തമ്പുരാന്റെ ഉത്സവപീഠം അവതരിക്കുന്നു. ആനയടി അപ്പു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എത്തിയിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ ആനയടി നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഗജമേള നടക്കുന്ന ക്ഷേത്രമാണിത്. ഇന്നിവിടുത്തെ 10ാം തിരുവുത്സവ ദിനവും കൂടിയാണ്. ഇവിടുത്തെ ഗജവീരൻ എന്ന് പറയുന്നത് ആനയടി അപ്പുവാണ് ദേവൻ്റെ തിടമ്പേറ്റുന്നത്. കൂടാതെ മറ്റ് ആനകളും ചേർന്നുള്ള ഏറ്റവും വലിയ ഗജമേള നമുക്ക് അതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. ഒടുക്കം വരെ കീർത്തി കേട്ട ചരിത്രമുള്ള കൊല്ലത്തെ പൂരഭൂമികളിൽ നിറസാന്നിധ്യമായവൻ, പേരുകേട്ട മണ്ണിലെല്ലാം തിടമ്പാനയായും കൂട്ടാനയായും എഴുന്നള്ളി നിന്നിട്ടുള്ളവൻ, ആരാധകരുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകുവാൻ വരുന്ന മാതംഗ താരകം, ശാന്തസ്വരൂപൻ, പനക്കൽ നീലകണ്ഠയുധം, ഗജകേസരി ആമ്പാടി മാധവൻ കുട്ടിയുടെ വരവ്. വരികയാണവൻ. ദേശിംഗ നാടിന്റെ ആവനാഴിയിൽ ആരോടും അടരാടാൻ പോന്ന മികവിന്റെ വജ്രായുധം കൈലേന്തി വരുന്നവൻ. ആവേശമൊരുങ്ങുന്ന നേരത്ത് ആരാധകർ അരികിൽ നിൽക്കുമ്പോൾ ഇതാ കടന്നു വരുന്ന മറ്റൊരു താരനായകൻ, ഗജകേസരി ഒരുങ്ങി നിൽക്കുന്ന നേരത്ത് ഇനി ഇതാ ആനയടിയുടെ മണ്ണിനെ അഴകിൽ ആറാടിക്കുവാൻ വന്നു ചേരുകയാണ് നരഹരിയുടെ വീരനായകൻ. അതെ, കന്നഡ നാടിന്റെ ചന്തവും മലയാള നാടിന്റെ മഹിമയും തന്നോട് ചേർത്ത പൂരങ്ങൾ അടക്കി ഭരിക്കുന്നവൻ, താരങ്ങൾ മാത്രം പാദം പതിപ്പിക്കുന്ന തിരുനക്കരയിൽ വേറിട്ട ശൈലി കൊണ്ട് ആരാധകരെ തന്നോട് ചേർത്തവൻ, പൂരം നയിക്കുന്ന ആറാട്ടുപുഴയിലും വേല നടക്കുന്ന പാലക്കാടും ആവോളം ആരാധകർ കാത്തിരിക്കുന്ന വിസ്മയം. ഉത്സവകാലത്തിന് സൂര്യൻ ഉദിച്ചാൽ ഉന്നത സ്ഥാനങ്ങൾ തേടിയെത്തുന്നവനിതാ കൊണ്ട് നിൽക്കുന്ന ആവേശ പെരുമയിലേക്ക് ഇതാ ചുവട് വെച്ച് വരുന്നുണ്ട് കൂട്ടരെ. തെച്ചിക്കോട്ട് കാവിലെ ഇളമുറ തമ്പുരാൻ. ഏട്ടന്റെ പാദം പതിഞ്ഞതും ആ പാദമുദ്രകൾ ആനയടിയിൽ ആവേശമായതും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിതാ കടന്നു വരികയാണവൻ. വീരനാം ഏട്ടന്റെ വീര്യമുള്ള പൊന്നനിയൻ യുവരാജ പ്രജാപതി. അതെ അതെ അതെ, നരഹരിയുടെ ആവേശത്തിന് ഉപനായകനായി വരികയാണവൻ. താരമാരെന്നും താരമൂല്യം എന്തെന്നും നേരിട്ടു തന്നെ കാണിച്ചു തരാൻ മടിക്കാത്ത തെച്ചിക്കോട്ട് കാവിലെ ഇളമുറക്കാരൻ. ആരെന്നും എന്തെന്നും എന്ന ചോദ്യങ്ങളെല്ലാം രാജാവിന്റെ അനിയനെന്ന ഉത്തരം കൊടുത്ത് അടക്കി നിർത്തിയവൻ. ഉത്സവ കേരളം അടക്കി വാഴും ഉന്നതനാകും പേരാമംഗലം വല്യാനയുടെ പിന്മുറക്കാരൻ. വരികയാണവൻ. പേരാ തൃക്കാവ്, പൂതൃക്കാവ്, തെച്ചിക്കോട്ടുകാവ് ദേവസ്വങ്ങളിൽ നിന്നും താരമായി നിൽക്കുന്നവൻ. നിലവിന്റെ വില്ലെടുത്ത് പോരാടൂ മകനെ എന്നാണ് ശ്രീരാമചന്ദ്രപ്പറ്റി പ്രഭു വളർത്തിയ രാജകുമാരൻ. പേടി വേണ്ടെന്നും പേടിച്ച് മടങ്ങരുതെന്നും പഠിപ്പിച്ചു വിട്ട തെച്ചിക്കോട്ടുകാരുടെ ആരോപണുണ്ണി. മഴമേഘങ്ങളും മാറി നിന്ന് വഴിയൊരുക്കിയ കാർമേഘവർണ്ണൻ സാക്ഷാൽ യുവരാജ പ്രജാപതി നവയുഗ ഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് ദേവിദാസന്റെ വരവ്. തന്റെ ആരവങ്ങൾക്ക് രാജകീയമായി കൂടെയുള്ള സാരഥി രാജേന്ദ്രന്റെ കയ്യും പിടിച്ചു വരികയാണവൻ. നാടൊരുങ്ങിയ നേരെ താരവം തീർക്കുവാൻ ഇനിയിതാ കടന്നു വരികയാണ് ഒരു രാജകുമാരൻ. മാതംഗമായി മണ്ണിൽ പിറന്നവരെയെല്ലാം മഹിമ കൊണ്ട് അടക്കി ഭരിക്കുന്ന മാതംഗ രാജകുലേശന്റെ അനിയൻ കുട്ടി. കൊമ്പും കുംഭയും കുലുക്കി ആനയടി തമ്പുരാനെ മടങ്ങി ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായി ഓരോ കുടുംബങ്ങളും ഭഗവാന്റെ തിരുമുൽ കാഴ്ചയായി സമർപ്പിക്കും.
കരിയഴകിന്റെ വിസ്മയ ചാരുതയും ചാർത്തിക്കൊണ്ടിതാ വീരന്മാരുടെ ചരിത്രത്തിന് പലകുറി സ്ഥാനം നൽകിയ മുഖത്തലയുടെ മണ്ണിൽ 1000 ആവേശം വിരിച്ച വീരപുത്രനിത ആനയടി തമ്പുരാന്റെ മണ്ണിലേക്കും വന്നു ചേരുകയാണ്. തർക്കമില്ലാത്ത ചങ്കൂറ്റത്തിന്റെ തികവാർന്നാണ് ചന്തം. തന്റെ ചരിത്രത്തിന്റെ ഇടവേള കൊടുക്കാതെ തരംഗമാക്കി ആനടിക്കുന്ന പടനായകൻ തന്നെ കാണുന്ന കണ്ണുകൾക്ക് കരിയഴകിന്റെ അവതാര പിറവി കാണിച്ചു കൊടുത്ത് കടന്നു വരികയാണവൻ. വേണാടൻ നീലകണ്ഠന്റെ വരവ്. രാമൻ എന്ന വികാരം ആനയടി തമ്പുരാന്റെ മണ്ണിൽ രാമൻ എന്ന വികാരത്തെ കൊണ്ടെത്തിച്ച ആനയടി കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ആവേശം നിറച്ച സാക്ഷാൽ ഏക ഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിച്ചു നിന്ന ചരിത്രവുമായി ശ്രീകൃഷ്ണ സേന വരികയാണ് ഇവിടേക്ക്. തമ്പുരാന്മാരും താരസൂര്യന്മാരും ആരവം നിറച്ചു നിൽക്കുന്ന നേരെ തിരിയുക ശ്രീകൃഷ്ണസേന വരുന്നു. അതെ, താരങ്ങളിൽ കേവന്മാർ എഴുന്നള്ളി നിൽക്കുന്ന മംഗലാം കുന്നിലെ താരസൂര്യനുമായി വരികയാണവൻ. പേരും പെരുമയും പോരാട്ട വീര്യവും ഏട്ടന്മാരിൽ നിന്നും പഠിപ്പിച്ച ആരോമൽ ചേകവൻ വരികയാണവൻ. ഗജപ്രജാപതി മംഗലാം കുന്ന് ശരൺ അയ്യപ്പന്റെ വരവ്. ഇതാ ആനയടിയുടെ മണ്ണും മനസ്സും കവർന്നെടുത്തു നിൽക്കുവാൻ കടന്നു വരികയാണവൻ. പരിയനാമ്പറ്റ വാഴുന്ന ഭഗവതിയുടെ തിരുപാദവും വഴങ്ങിക്കൊണ്ടിതാ കടന്നു വരികയാണ്. മംഗലാം കുന്നിലെ പേരെടുത്ത പോരാളി, പേരെടുത്ത പാലക്കാട് നാട്ടിലും പെരുമയുള്ള തൃശൂർ നാട്ടിലും തുടങ്ങി പേരെടുത്ത പെരുന്നാളുകൾക്ക് വരെ താരമായി നിന്ന ചരിത്രമുള്ളവൻ. മത്സരത്തിന്റെ പോരാട്ട വീര്യം തുടിച്ചു നിൽക്കുന്ന കാലത്ത് ഏട്ടൻ കർണനെയും വെല്ലുവിളിച്ച ചരിത്രമുള്ള ചങ്കൂറ്റത്തിന്റെ ആനരൂപം പേരുകേട്ട നാട്ടിലെല്ലാം പെരുമയോടെ അവതാരം കൊള്ളുവാൻ സാക്ഷാൽ മംഗലാം കുന്ന് അയ്യപ്പനെ കണ്ടു പഠിച്ചവൻ അതെ കടന്നു വരികയാണ്. ഒരു വേള തന്റെ ദർശനം കൊണ്ടുപോലും ജനസാഗരത്തെ കോരി തരിപ്പിക്കുവാൻ പോകുന്ന വീരനായകൻ കിരാതമൂർത്തിപ്രിയൻ ഇഭതുല സേനാനി മംഗലാം കുന്ന് ശരൺ അയ്യപ്പന്റെ വരവ്. ശ്രീകൃഷ്ണസേനയുടെ കയ്യും പിടിച്ചത് കടന്നു വരികയാണവൻ. ഏറ്റെടുക്കുന്ന വേദികളിൽ ഏഴഴകു നിറയ്ക്കുന്ന എന്തിനും പോകുന്ന ആടരുതൻ. എഴുന്നള്ളി നിൽക്കുന്ന മണ്ണിൽ അഴകിന്റെ വെന്നിക്കൊടി പാറിച്ച് വിജയം ചൂടുന്നവൻ. പോരാടുന്ന രീതിയും പോരാട്ടത്തിന്റെ വീര്യവും കൊണ്ട് ഏട്ടൻ കർണന്റെ അതേ പാത പിന്തുടരുന്നവൻ. നെന്മാറവല്ലെങ്കിൽ വേലയുടെ താരമായി നിന്ന ഇടത്തെ കൂട്ടാണ്. മത്സരപൂരങ്ങളുടെ തിലകക്കുറി ആരെന്ന ചോദ്യത്തിന് പാലക്കാട് നാട് പറയുന്ന അക്ഷരം തെറ്റാത്ത ഉത്തരം ഇവൻ സാക്ഷാൽ മംഗലാം കുന്ന് ശരൺ അയ്യപ്പൻ അതെ വരികയാണ്. സാരഥി മണികണ്ഠന്റെയും കുറുക്കൻപാറ മനുവിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് ഈ ആവേശ സായന്തനത്തെ ആരവം കൊണ്ട് അലങ്കരിക്കുവാൻ മംഗലാം കുന്നിന്റെ മാതംഗ സൂര്യൻ വരികയാണ്. തെക്കൻ മലയാളത്തിന്റെ വിരിമാറിൽ നിന്നും വടക്കൻ പാലക്കാടിന്റെ മടിത്തട്ടിലേക്ക് ചേക്കേറിയവൻ അനന്തപുരിയുടെ വിരിമാറിൽ ഒരു കാലത്ത് ആരാണ് വീരനെന്ന ചോദ്യത്തിന് ഒരേ ഒരു മറുപടി കൊടുത്തവൻ. സ്വാഗതം സ്വാഗതം സുസ്വാഗതം. ആനയടിക്കാരനപ്പു ഈ മണ്ണിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ തൊട്ടു പിന്നാലെ മറ്റൊരപ്പു അവതരിക്കുകയാണ്. വടക്കൻ മണ്ണിൽ പിറന്നവയുടെ മലയാള മണ്ണിന്റെ മടിത്തട്ടിലെത്തിയവരിൽ കാലം കരുവച്ചിരിക്കുന്ന കണക്ക് പിഴക്കാത്ത വാക്കാണ്. പെരിങ്ങല്ലി പുറത്തു വാഴുന്ന ഭുവനേശ്വരിയുടെ നാമം പെരുമയോടെ മുഴക്കുവാൻ പോകുന്ന പോരാളിയും കൂടെയുണ്ട്. യൗവന രാജപ്രതാപതി പെരിങ്ങല്ലിപ്പുറം അപ്പു.
ക്ഷേത്രത്തിലേക്ക് കടന്നു വരുവാനുള്ള സൗകര്യം ഭക്തജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. ദയവായി ഗജവീരന്മാരെ എത്രയും പെട്ടെന്ന് തന്നെ പൂരപ്പറമ്പിലേക്ക് ഇറക്കണമെന്ന് അറിയിക്കുകയാണ്. ഇതിൽ നിരവധി കെട്ടുത്സവങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നതായിട്ടുണ്ട്. തൃക്കൊടിയേറ്റ് ഇറങ്ങുവാനുള്ള സമയവും സമാഗതമായിരിക്കുകയാണ്. ആയതിനാൽ ദയവായി ഈ ഗജവീര